Hello everyone, my name is Habib Rahman. ഇന്ന് നമ്മൾ കേരള PSCയുടെ ഇംഗ്ലീഷിൽ പഠിക്കാൻ പോകുന്ന നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ആക്റ്റീവ് വോയിസ് ആൻഡ് പാസീവ് വോയിസ് ആണ്. എന്താണ് ആക്റ്റീവ് വോയിസ്, എന്താണ് പാസീവ് വോയിസ് നമുക്ക് നോക്കാം. ഒരു സെന്റൻസ്, ആ സെന്റൻസിന്റെ തുടക്കത്തിൽ വന്നിട്ടുള്ളത് എന്തായിരിക്കും? ഒരു സബ്ജക്റ്റ് ആയിരിക്കും. ആ സബ്ജക്റ്റ് ആയിരിക്കും എന്ത് ആ പ്രവൃത്തി ചെയ്തിട്ടുണ്ടാവുക. അതിനെന്ത് പറയാം? ആക്റ്റീവ് വോയിസ് എന്ന് പറയാം. രണ്ടാമത്തത് ഒരു സെന്റൻസ്, അതിന്റെ തുടക്കത്തിൽ തന്നിരിക്കുന്ന എന്തായിരിക്കും? ഒബ്ജക്റ്റ് ആയിരിക്കും, പ്രവൃത്തി ചെയ്യപ്പെട്ട കാര്യമായിരിക്കും. അത് പ്രവൃത്തി ചെയ്യപ്പെട്ട കാര്യമാണ് ഒരു സെന്റൻസിന്റെ തുടക്കത്തിൽ തന്നിട്ടുണ്ടെങ്കിൽ ഒബ്ജക്റ്റ് ആണെങ്കിൽ അതിന് നമുക്ക് എന്ത് പറയാം? പാസീവ് വോയിസ് എന്ന് പറയാം. നിങ്ങൾ എക്സാമിന് അല്ലെങ്കിൽ നിങ്ങൾ സിലബസിൽ അല്ലെങ്കിൽ ടെക്സ്റ്റ് ബുക്കിലോ കണ്ടിട്ടുണ്ടാകും ആക്റ്റീവ് വോയിസ് ആൻഡ് പാസീവ് വോയിസ് എന്ന് കാണാം, അല്ലെങ്കിൽ ആക്റ്റീവ് ആൻഡ് പാസീവ് വോയിസ് എന്ന് കാണാം, അല്ലെങ്കിൽ വോയിസ് എന്ന് കാണാം. ഇതൊക്കെ എന്താണ്? ഒന്ന് തന്നെയാണ്. എല്ലാ എക്സാമിനും, കേരള PSCയുടെ എല്ലാ എക്സാമിനും ഒരു മാർക്കിന് എന്തായാലും നിങ്ങൾക്ക് എന്ത് പ്രതീക്ഷിക്കാം? ആക്റ്റീവ് ആൻഡ് പാസീവ് വോയിസ് പ്രതീക്ഷിക്കാം. വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് ഇത്, ആക്റ്റീവ് ആൻഡ് പാസീവ് വോയിസ്. നമുക്ക് നോക്കാം എന്താണ് ആക്റ്റീവ് വോയിസ്, എന്താണ് പാസീവ് വോയിസ്. ടൈപ്സ് ഓഫ് വോയിസ് ഏതൊക്കെയാണ്? ഒന്നാമത്തത് ആക്റ്റീവ് വോയിസ്. ടൈപ്സ് ഓഫ് വോയിസ് ഏതൊക്കെയാണ്? ആക്റ്റീവ് വോയിസ്. ദെൻ നെക്സ്റ്റ് ഏതാണ്? പാസീവ് വോയിസ്. എന്താണ് ആക്റ്റീവ് വോയിസ്? ആക്റ്റീവ് വോയിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സെന്റൻസ് അല്ലെ, ആ സെന്റൻസിന്റെ തുടക്കത്തിൽ തന്നിരിക്കുന്ന വ്യക്തി അല്ലെ, സബ്ജക്റ്റ് അല്ലെ, ഡുവർ ആയിരിക്കും എന്ത് സെന്റൻസിൽ തുടക്കത്തിൽ തന്നിട്ടുണ്ടാവുക. ആ വ്യക്തി ആയിരിക്കും എന്ത് ആ പ്രവൃത്തി ചെയ്തിട്ടുണ്ടാവുക. അതിനെന്താ പറയാ? ആക്റ്റീവ് വോയിസ് എന്ന് പറയും. നമുക്കൊരു ചെറിയൊരു എക്സാമ്പിൾ പറയാം, നിങ്ങൾക്ക് എല്ലാവർക്കും കേട്ട് പരിചയമുള്ളതാണ്. രാമ കില്ലഡ് രാവണ. രാമ കില്ലഡ് രാവണ. ആക്റ്റീവ് ആൻഡ് പാസീവ് വോയിസ് പഠിക്കാൻ ഏറ്റവും സിമ്പിൾ ആയിട്ട് അല്ലെ എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ ആണ് ഇത്, രാമ കില്ലഡ് രാവണ. എന്താ ഇതിന്റെ അർത്ഥം? രാമൻ രാവണനെ കൊന്നു എന്നാണ്. രാമ കില്ലഡ് രാവണ എന്താണ്? രാമൻ രാവണനെ കൊന്നു എന്നാണ് അല്ലെ. സോ ഇതാണ് എന്ത് ഒരു ആക്റ്റീവ് വോയിസിന്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത്. എന്താണ് ഇവിടെ രാമ എന്ന് പറയുന്നത് എന്താണ്? സബ്ജക്റ്റ് ആണ്. ദെൻ കില്ലിഡ് എന്ന് പറയുന്നത് വെർബാണ്. രാവണ എന്ന് പറയുന്നത് ഒബ്ജക്റ്റ് ആണ്. ഇവിടെ പ്രവൃത്തി ചെയ്യുന്നത് ആരാണ്? രാമനാണ് എന്ത് പ്രവൃത്തി ചെയ്യുന്നത്. എന്താണ് പ്രവൃത്തി? കൊല്ലുക എന്നതാണ് പ്രവൃത്തി. ആരെയാണ്? രാവണനെയാണ്. അപ്പൊ ഇവിടെ എന്താണ്? പ്രവൃത്തി ചെയ്യപ്പെട്ട ആള് അല്ലെ, അല്ലെങ്കിൽ എന്താണ്? സബ്ജക്റ്റ് ആണ് സെന്റൻസിന്റെ തുടക്കത്തിൽ വന്നിട്ടുള്ളത്. ആ സബ്ജക്റ്റ് ആണ് ആ പ്രവൃത്തി ചെയ്യുന്നത്. അതിനെ നമ്മൾ എന്ത് പറയാം? ആക്റ്റീവ് വോയിസ് എന്ന് പറയും. ക്ലിയർ ആണോ? സോ ഇത്രയേ ഉള്ളൂ നമുക്കെന്ത് ആക്റ്റീവ് വോയിസിനെ മനസ്സിലാക്കാൻ അല്ലെ, നമ്മൾ യൂഷ്വലി ഉപയോഗിക്കുന്നത് തന്നെ. നെക്സ്റ്റ് നോക്കാം പാസീവ് വോയിസ്. ഈ തന്നിരിക്കുന്ന സെന്റൻസ് നമ്മൾ പാസീവ് വോയിസിലേക്ക് മാറ്റുകയാണെങ്കിൽ എങ്ങനെ ഈ സെന്റൻസ് നമുക്ക് എഴുതാം? അതായത് ഈ സെന്റൻസിനെ പാസീവ് വോയിസിലേക്ക് മാറ്റുകയാണെങ്കിൽ രാവണ വാസ് കില്ലഡ് ബൈ രാവണ വാസ് കില്ലഡ് ബൈ രാമ. രാവണ വാസ് കില്ലഡ് ബൈ രാമ. സോ ആക്റ്റീവ് വോയിസ് നമുക്ക് എന്ത് പറയാം? രാമ കില്ലഡ് രാവണ. രാമൻ രാവണനെ കൊന്നു. പാസീവ് വോയിസ് ആണെങ്കിലോ രാവണ വാസ് കില്ലഡ് ബൈ രാമ. രാവണൻ രാമനാൽ കൊല്ലപ്പെട്ടു. ഇവിടെ പ്രവൃത്തി ചെയ്ത ആളാരാണ്? രാമ തന്നെയാണ് അല്ലെ. സോ ആരിലാണ് പ്രവൃത്തി ചെയ്യപ്പെട്ടത്? രാവണനിലാണ് അല്ലെ. സോ ഇവിടെ രാവണൻ എന്താണ്? ഒബ്ജക്റ്റ് ആണ്. ഇവിടെ എന്താണ്? വാസ് എന്താണ്? ബി ഫോം ആണ്. ഇവിടെ എന്താണ്? കില്ലിഡ് എന്താണ്? വെർബാണ്. ദെൻ ബൈ പ്ലസ് എന്താണ്? ഏജന്റ്, ഡുവർ ഓർ സബ്ജക്റ്റ് അല്ലെ. സോ ഇതെന്താണ്? ഏജന്റ്, ഡുവർ, സബ്ജക്റ്റ് ആണ് എന്ത് ഇവിടെ ലാസ്റ്റ് വന്നത് അല്ലെ. ബൈ പ്ലസ് എന്താണ്? ഏജന്റ്, ഡുവർ ഓർ സബ്ജക്റ്റ്. സോ ഇവിടെ നോക്കേണ്ടത് ആക്റ്റീവ് വോയിസ് ആൻഡ് പാസീവ് വോയിസ്. ആക്റ്റീവ് വോയിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഒരു സെന്റൻസ് അതിന്റെ തുടക്കത്തിൽ വന്നിരിക്കുന്ന ആളായിരിക്കും എന്ത് ആ പ്രവൃത്തി ചെയ്തിട്ടുണ്ടാവുക. അതിന് നമുക്ക് എന്താ പറയാം? ആക്റ്റീവ് വോയിസ് എന്ന് പറയാം. രണ്ടാമത്തെ എന്താണ്? പാസീവ് വോയിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഒരു സെന്റൻസ് അതിന്റെ തുടക്കത്തിൽ വന്നിട്ടുള്ള ആള് എന്താണ് ആ പ്രവൃത്തി അയാളിൽ ചെയ്യപ്പെട്ടതായിരിക്കും. അതിന് നമുക്ക് എന്താ പറയാം? പാസീവ് വോയിസ് എന്ന് പറയാം. സോ ആക്റ്റീവ് വോയിസ് ആൻഡ് പാസീവ് വോയിസ്. നമ്മൾ ആക്റ്റീവ് വോയിസ് ആൻഡ് പാസീവ് വോയിസ് അല്ലെ സാധാരണ എക്സാമിന് ചോദിക്കുക എന്താണ്? ആക്റ്റീവ് വോയിസ് എന്ന് എന്ത് ചെയ്യാം? പാസീവ് വോയിസിലേക്ക് ചേഞ്ച് ചെയ്യാനും അതേപോലെ തന്നെ എന്താണ് പാസീവ് വോയിസ് നിന്ന് ആക്റ്റീവ് വോയിസിലേക്ക് ചേഞ്ച് ചെയ്യാനും രണ്ടും ചോദിക്കാറുണ്ട്. നമുക്ക് സെന്റൻസിൽ എന്താണ് ആക്റ്റീവ് വോയിസ് തരും, എന്നിട്ട് എന്ത് പറയും? അതിനെ പാസീവ് വോയിസിലേക്ക് മാറ്റാൻ പറയും. നെക്സ്റ്റ് എന്താണ് തന്നിരിക്കുന്നത്? പാസീവ് വോയിസിനും അതിനെന്ത് ചെയ്യാം? ആക്റ്റീവ് വോയിസിലേക്ക് എന്ത് ചെയ്യാം? ചേഞ്ച് ചെയ്യാൻ തരും. നോക്കാം നമുക്ക് ഇവിടെ നമുക്ക് എഴുതിയ എക്സാമ്പിൾ തന്നെ നോക്കാം. രാമ കില്ലഡ്
രാവണ. നല്ലോണം മനസ്സിലാക്കി വെക്കണേ, കാരണം വളരെ സിമ്പിൾ ആണ്. ഈ ഒരു ബേസിക് ആയിട്ടുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ എന്താണ് നിങ്ങൾക്ക് ആക്റ്റീവ് ആൻഡ് പാസീവ് വോയിസ് സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. സോ നോക്കാം, രാമ കില്ലഡ് രാവണ. നെക്സ്റ്റ്, രാവണ വാസ് കില്ലഡ് ബൈ രാമ. ഓക്കെ, പിന്നെ ഇവിടെ എന്താണ് തന്നിരിക്കുന്ന ആക്റ്റീവ് വോയിസിൽ നിന്ന് പാസീവ് വോയിസിലേക്ക് ചേഞ്ച് ചെയ്യുമ്പോൾ നോക്കേണ്ട കാര്യം എന്താണ്? ഒന്നാമത്തത് എന്ത് ചെയ്യുക, തന്നിരിക്കുന്ന ആക്റ്റീവ് വോയിസ് ആണെങ്കിൽ ആക്റ്റീവ് വോയിസിൽ തന്നിരിക്കുന്ന ഒബ്ജക്റ്റിന് എന്ത് ചെയ്യുക, ആദ്യം എടുത്ത് എഴുതുക. അതായത് ആക്റ്റീവ് വോയിസിൽ നിന്ന് പാസീവ് വോയിസിലെ സെന്റൻസ് മാറ്റം പറയുന്ന സമയത്ത് ശ്രദ്ധിക്കുക, തന്നിരിക്കുന്ന എന്താണ് സെന്റൻസിലെ ആക്റ്റീവ് വോയിസിലെ അല്ലെ ഒബ്ജക്റ്റ് ഏതാണോ അതിനെന്ത് ചെയ്യുക, ആദ്യം എടുത്ത് എഴുതുക. സോ എന്താണ് നമ്മളിവിടെ ഇതാണ് എന്ത് ഇവിടെ ഒബ്ജക്റ്റ്, ആ ഒബ്ജക്റ്റിനെ ഇങ്ങോട്ട് എടുത്ത് എഴുതി. രണ്ടാമത്തെ എന്താണ് തന്നിരിക്കുന്ന സെന്റൻസിൽ എന്ത് ചെയ്യുക, ഹെൽപ്പിംഗ് വെർബ് ഉണ്ടോ നോക്കുക. ഇവിടെ ഹെൽപ്പിംഗ് വെർബ് ഉണ്ടോ? ഇല്ല. ഇതെന്താണ് സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ്, അവിടെ ഹെൽപ്പിംഗ് വെർബ് ഇല്ല അല്ലെ, ഡയറക്റ്റ് ആയിട്ട് അവിടെ ഹെൽപ്പിംഗ് വെർബ് തന്നിട്ടില്ല. സോ എന്ത് ചെയ്യുക, ഹെൽപ്പിംഗ് വെർബ് തന്നിട്ടുണ്ടെങ്കിൽ ഡയറക്റ്റ് നമ്മൾ ഇങ്ങോട്ട് എടുത്ത് ചെയ്താൽ അവിടെ തന്നിട്ടില്ല. സോ അത് നമ്മൾ പരിഗണിക്കേണ്ട. നെക്സ്റ്റ്, അപ്പോൾ നിങ്ങൾക്ക് സംശയം ഉണ്ടാവും ഈ വാസ് എന്താണ്. നെക്സ്റ്റ് നമ്മൾ പാസീവ് വോയിസിലേക്ക് മാറ്റുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടതാണ് ബി അല്ലെങ്കിൽ എന്താ ബിയുടെ ഒരു ഫോം എന്ത് ചെയ്യണം, നമ്മൾ ആക്റ്റീവ് വോയിസിൽ നിന്ന് പാസീവ് വോയിസിലേക്ക് മാറ്റുന്ന സമയത്ത് എഴുതണം. ഇവിടെ വന്നിരിക്കുന്നത് എന്താണ്, കില്ലഡ് എന്ന് പറയുന്നത് V2 ആണ് വെർബ് അല്ലെ. V2 വെർബ് വന്നിട്ടുണ്ടെങ്കിൽ അതെന്തായിട്ട് മാറും, വാസ് ഒരു വേറായിട്ട് മാറും. രാവണ എന്ന് പറയുന്നത് സിംഗുലർ ആയതുകൊണ്ട് നമ്മൾ വാസ് എഴുതി. അപ്പോൾ എന്താണ് ഒബ്ജക്റ്റ് എഴുതി, ദെൻ ബി ഫോം അല്ലെ. ഹെൽപ്പിംഗ് വെർബ് ഉണ്ടെങ്കിൽ ഹെൽപ്പിംഗ് വെർബ് എഴുതുക, അതിനുശേഷമാണ് ബി ഫോം. ഹെൽപ്പിംഗ് വെർബ് ഇല്ല, അപ്പോൾ നമുക്ക് എന്ത് ബി ഫോം എഴുതി. നെക്സ്റ്റ് നോക്കും വെർബ് അല്ലെ, തന്നിരിക്കുന്ന വെർബിന്റെ V3 ഫോം എഴുതി. ഇവിടെ ഓൾറെഡി എന്താണ് കിൽ, കില്ലഡ് ആൻഡ് കില്ലഡ് ആണ്. കിൽ എന്ന് പറയുന്നത് എന്താണ് V1 ആണ്. കില്ലഡ് എന്ന് പറയുന്നത് എന്താണ് V2 ആണ്. അതിന്റെ V3 ഫോം ഏതാണ്, കില്ലഡ് തന്നെയാണ് V3 ഫോം. സോ എന്താണ് നമ്മൾ തന്നിരിക്കുന്ന വെർബിന്റെ V3 ഫോം ചെയ്ത ഓൾറെഡി ഇവിടെ V2 V3 ഒന്ന് തന്നെ ആയതുകൊണ്ട് നമുക്ക് ഇത് തന്നെ ഡയറക്റ്റ് ചെയ്താൽ V3. നെക്സ്റ്റ് എന്താ ബൈ ചെയ്ത അല്ലെ. ബൈ പ്ലസ് എന്താണ് എന്താണോ സബ്ജക്റ്റ് ആ സബ്ജക്റ്റിനെ കൊണ്ടുവരാം. ഏതാ സബ്ജക്റ്റ്, രാം. ഇത്രയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഒന്നുകൂടെ നോക്കാം, ആക്റ്റീവ് വോയിസിൽ നിന്ന് പാസീവ് വോയിസിൽ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് നോക്കേണ്ടത് ആക്റ്റീവ് വോയിസിലെ ഒബ്ജക്റ്റ് ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യുക. ഇവിടെ ഒബ്ജക്റ്റ് ഏതാണ്, ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് രാവണയാണ് അല്ലെ. ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് എന്താണ് രാവണയാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, ഒബ്ജക്റ്റിന് എന്ത് ചെയ്യാം ആദ്യം എടുത്ത് എഴുതി അല്ലെ. നെക്സ്റ്റ് തന്നിരിക്കുന്ന സെൻസിൽ ഹെൽപ്പിംഗ് വെർബ് ഉണ്ടോ നോക്കുക, ഹെൽപ്പിംഗ് വെർബ് ഇല്ല അല്ലെ. അതുകൊണ്ട് എന്ത് ചെയ്യേണ്ട, നമ്മൾ പാസീവ് വോയിസിലേക്ക് ഹെൽപ്പിംഗ് വെർബ് നോക്കണ്ട. നെക്സ്റ്റ് എന്താണ് തന്നിരിക്കുന്ന സെന്റൻസിലെ ഹെൽപ്പിംഗ് വെർബ് വന്നിട്ടില്ല. നെക്സ്റ്റ് നമ്മൾ ബി ഫോം എഴുതണം അല്ലെ. ഒബ്ജക്റ്റ് ഹെൽപ്പിംഗ് വെർബ് ബി ഫോം ആണ്. ബി ഫോം എന്ന് പറയുന്നത് അതായത് പാസീവ് വോയിസിലേക്ക് നിങ്ങൾ എക്സ്ട്രാ കൊണ്ടുവരേണ്ട ഒന്ന് ഏതാണ്, ബിയോ അല്ലെങ്കിൽ ബിയുടെ ഏതെങ്കിലും ഒരു ഫോമോ എന്ത് ചെയ്യണം നമ്മൾ പാസീവ് വോയിസിലേക്ക് കൊണ്ടുവരണം. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന സെന്റൻസ് ബി ഫോം എങ്ങനെ ഐഡന്റിഫൈ ചെയ്യുക, അത് വെർബ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഐഡന്റിഫൈ ചെയ്യുക. തന്നിരിക്കുന്ന വെർബ് അല്ലെ, ഇവിടെ സിമ്പിൾ പാസ്റ്റ് സെന്റൻസ് ആണ് അല്ലെ. സബ്ജക്റ്റ് V2 ആൻഡ് ഒബ്ജക്റ്റ് സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ്. സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആകുന്ന സമയത്ത് ഇവിടെ വെർബ് ഏതായിരിക്കും, V2 ആയിരിക്കും അല്ലെ. V2 വന്നിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, വാസ് അല്ലെങ്കിൽ വേറാണ് എന്ത് ബി ഫോം വരിക. രാവണ സിംഗുലർ ആയതുകൊണ്ട് നമ്മൾ വാസ് എഴുതി. സോ ഇവിടെ വാസ് ബി ഫോം എഴുതി. നെക്സ്റ്റ് നമുക്ക് വെർബാണ്. വെർബ് ഏതാണ്, V2 ആണ് ഇവിടെ വന്നിരിക്കുന്നത്. അതിലെ V3 ഏതാണ്, കില്ലഡ് തന്നെയാണ്. പാസീവ് വോയിസിൽ എല്ലായ്പ്പോഴും വെർബിന്റെ ഏത് ഫോമാണ് യൂസ് ചെയ്യുക, V3 ഫോമാണ് യൂസ് ചെയ്യുക. സോ നമ്മൾ എന്ത് ചെയ്തു, V3 ഫോം കില്ലഡ് എഴുതി. നെക്സ്റ്റ് എന്താണ് ബൈ, ആരാലാണ് ചെയ്യപ്പെട്ടത്, ഏജന്റ് ഓർ ഡൂർ കാണിക്കണം അല്ലെ. സോ ബൈ പ്ലസ് എന്താണ് ഏതാണ് സബ്ജക്റ്റ് അല്ലെ. സബ്ജക്റ്റ് ആയിട്ട് നമ്മൾ ആക്റ്റീവ് വോയിസിൽ ഉപയോഗിച്ച് രാമയാണ്, ഇതാണ് എന്ത് ഏജന്റ് ഓർ ഡൂർ അല്ലെ. സോ ബൈ പ്ലസ് എന്താണ് സബ്ജക്റ്റിനെ എന്ത് ചെയ്യുക കൊണ്ടുവരിക. സോ എന്തായാലും മാറി ഇതാണെന്ത് പാസീവ് വോയിസ് സ്ട്രക്ചർ. സിമ്പിൾ അല്ലേ. സോ ആക്റ്റീവ് വോയിസിൽ നിന്ന് പാസീവ് വോയിസിലേക്ക് ചേഞ്ച് ചെയ്യുന്ന വളരെ സിമ്പിൾ ആണ്. സോ നമുക്കിതിൽ മനസ്സിലാക്കേണ്ടത് എന്താണ്, സബ്ജക്റ്റിനെ മാറ്റുന്ന കാര്യം അല്ലെ, ഒബ്ജക്റ്റിനെ ചേഞ്ച് ചെയ്യുന്ന കാര്യം, എല്ലാ വെർബിനെ V3 ഫോമിനെ ഐഡന്റിഫൈ ചെയ്യുക, ബി ഫോം ഏതാണെന്ന് മനസ്സിലാക്കുക. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് എന്ത് ചെയ്യുക ആക്റ്റീവ് ആൻഡ് പാസീവ് വോയിസിൽ പഠിക്കാനുള്ളത്. ഒന്നാമത് ആക്റ്റീവ് ആൻഡ് പാസീവ് വോയിസിൽ പഠിക്കാനുള്ളത് എന്താണ്, ഒബ്ജക്റ്റിനെ ചേഞ്ച് ചെയ്യുന്ന കാര്യം ഒന്നാമത് നമുക്ക് പഠിക്കാനുള്ളത്. രണ്ടാമത്തെ എന്താണ്, ഹെൽപ്പിംഗ് വെർബ് വന്നിട്ടുണ്ടെങ്കിൽ എടുത്ത് എഴുതാം. ഇവിടെ ഹെൽപ്പിംഗ് വെർബ് ഇല്ല, സോ നമ്മൾ എടുത്ത് എഴുതിയില്ല. ഹെൽപ്പിംഗ് വെർബിന്റെ എക്സാമ്പിൾ നമുക്ക് പറയാം. നെക്സ്റ്റ് എന്താണ് ബി ഫോമിനെ ഐഡന്റിഫൈ ചെയ്യാം. ഇവിടെ എന്താണ് കില്ലഡ് V2 ആയതുകൊണ്ട് ബി ഫോം വാസ് എഴുതി, രാവണ സിംഗുലർ കൂടെ ആയതുകൊണ്ട്. സോ ബി തന്നിരിക്കുന്ന ബി ഫോമിനെ ഐഡന്റിഫൈ ചെയ്തു
അല്ലേ? സോ നെക്സ്റ്റ് എന്താണ് വെർബിനെ ഐഡന്റിഫൈ ചെയ്യുക. വെർബ് എന്താ V3 വെർബ് മാത്രം നമ്മൾ പാസീവ് വോയിസിലേക്ക് ചെയ്തു, വെർബിനെ ഐഡന്റിഫൈ ചെയ്തു. എന്താ ബൈ പ്ലസ് എന്താണ് സബ്ജക്റ്റിനെ ഐഡന്റിഫൈ ചെയ്യുക അല്ലെ. ഇതിലൊരു ഹെൽപ്പിംഗ് വെർബ് കൂടെ ഉണ്ട്. മൊത്തം ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് എന്ത് ചെയ്യണം ആക്റ്റീവ് വോയിസിൽ നിന്ന് പാസീവ് വോയിസിലേക്ക് മാറ്റുമ്പോൾ ശ്രദ്ധിക്കുക. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. കുറച്ചെങ്കിലും ഒരു പിടി കിട്ടിയിട്ടുണ്ടാവില്ല എല്ലാവർക്കും അല്ലേ? സോ നമുക്കിനി വരാൻ പോകുന്ന സ്ലൈഡിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. നമുക്ക് അടുത്തതിലേക്ക് കടക്കാം. ഓക്കെ, നോക്കാം ഇവിടെ ടൈപ്സ് ഓഫ് സെന്റൻസസ് അല്ലെ. ടൈപ്സ് ഓഫ് സെന്റൻസസിൽ ഏതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം ആക്റ്റീവ് വോയിസ് നിന്ന് പാസീവ് വോയിസിലേക്കും നേരെ തിരിച്ച് പാസീവ് വോയിസ് നിന്ന് ആക്റ്റീവ് വോയിസിലേക്കും മാറ്റാൻ കഴിയും. നോക്കാം നമുക്ക്. ഒന്നാമത്തത് അസർട്ടീവ് സെന്റൻസസ് ആണ്. അസർട്ടീവ് സെന്റൻസസ് അല്ലെങ്കിൽ എന്താണ് ഇതിന്റെ മറ്റൊരു പേരാണിത് ഡിക്ലറേറ്റീവ് അല്ലെ. ഡിക്ലറേറ്റീവ് സെന്റൻസ്. അസർട്ടീവ് സെന്റൻസസ് പറയാം നമുക്ക്, അല്ലെങ്കിൽ ഡിക്ലറേറ്റീവ് സെന്റൻസസ് പറയാം, അല്ലെങ്കിൽ എന്താണ് സ്റ്റേറ്റ്മെന്റ് സെന്റൻസസ് അല്ലെ. സ്റ്റേറ്റ്മെന്റ് സെന്റൻസസ് ഇതാണ് ഒന്നാമത്തെ. ടൈപ്സ് ഓഫ് സെന്റൻസസിൽ ഏതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം ആക്റ്റീവ് വോയിസിൽ നിന്ന് പാസീവ് വോയിസിലേക്ക് മാറ്റണമെന്ന് പഠിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അസർട്ടീവ് സെന്റൻസ്, ഇൻട്രോഗേറ്റീവ് സെന്റൻസ് ആൻഡ് ഇമ്പറേറ്റീവ് സെന്റൻസ്, ഈ 3 കാറ്റഗറിയെ നമുക്ക് എന്ത് ചെയ്യാം ആക്റ്റീവ് വോയിസിൽ നിന്ന് പാസീവ് വോയിസിലേക്ക് മാറ്റാം. അസർട്ടീവ് സെന്റൻസസ് അല്ലെങ്കിൽ എന്താണ് ഡിക്ലറേറ്റീവ് സെന്റൻസസ് അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ് സെന്റൻസസ്, അല്ലെങ്കിൽ എന്താണ് ഇൻട്രോഗേറ്റീവ് സെന്റൻസസ്, അല്ലെങ്കിൽ എന്താണ് ഇമ്പറേറ്റീവ് സെന്റൻസസ്. ലാസ്റ്റ് വന്നിരിക്കുന്നത് എക്സ്ക്ലമേറ്ററി സെന്റൻസസ്. റെഡിൽ മാർക്ക് ചെയ്ത് നിൽക്കുകയാണ്. ഇതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല ആക്റ്റീവ് വോയിസിൽ നിന്ന് പാസീവ് വോയിസിലേക്ക് മാറ്റം നമുക്ക് പഠിക്കാനില്ല. ഏത് എക്സ്ക്ലമേറ്ററി സെന്റൻസസ്. നമുക്കിവിടെ ആദ്യത്തെ നോക്കാം. അസർട്ടീവ് സെന്റൻസസ്, ഡിക്ലറേറ്റീവ് സെന്റൻസസ് ആൻഡ് സ്റ്റേറ്റ്മെന്റ് സെന്റൻസസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രസ്താവനകളല്ലേ, നമ്മൾ നോർമലി യൂസ് ചെയ്യുന്ന വാക്കുകൾ. രാജു നോസ് ഹിം, രാജുവിനെ അവനെ അറിയാം അല്ലെ. അഞ്ജു ഡസിന്റ് ലൈക്ക് ദ നോവൽ, അഞ്ജു നോവൽ ഇഷ്ടപ്പെടുന്നില്ല. സോ ഇതെന്താണ് അസർട്ടീവ് സെന്റൻസസ്, ഡിക്ലറേറ്റീവ് സെന്റൻസസ് അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ് സെന്റൻസസിന്റെ കാറ്റഗറിയിൽ വരുന്നതാണ്. ഇതിന്റെ സ്ട്രക്ചർ എന്താണ് സബ്ജക്റ്റ് അല്ലെ. സബ്ജക്റ്റ്, ഹെൽപ്പിംഗ് വെർബ്, വെർബ്, ഒബ്ജക്റ്റ്. ഇതാണ് ഇതിന്റെ സ്ട്രക്ചർ. അതായത് സബ്ജക്റ്റ് ഉണ്ടാവും, അതേപോലെ തന്നെ എന്താണ് ഹെൽപ്പിംഗ് വെർബ് ഉണ്ടാവും, സിമ്പിൾ പ്രസന്റ് ടെൻസിലും സിമ്പിൾ പാസ്റ്റ് ടെൻസിലും പോസിറ്റീവ് സെന്റൻസിൽ ഹെൽപ്പിംഗ് വെർബ് ഉണ്ടാവില്ല. അതേപോലെ തന്നെ ഒരു മെയിൻ വെർബ് ഉണ്ടാവും, പിന്നെന്താണ് ഒബ്ജക്റ്റ് ഉണ്ടാവും. ഇത്രയും കാര്യങ്ങളാണ് ഇതിലുണ്ടാവുക സ്ട്രക്ചറിൽ ഉണ്ടാവുക. അസർട്ടീവ് സെന്റൻസസ് അല്ലെങ്കിൽ ഡിക്ലറേറ്റീവ് സെന്റൻസസ് അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ് സെന്റൻസസ്. ഇത് ഒരു ചാപ്റ്റർ ആണ്. നിങ്ങൾ സ്ട്രക്ചർ ഇതിന്റെ കൂടെ മനസ്സിലാക്കി വെക്കുക. ടൈപ്സ് ഓഫ് സെന്റൻസസും അതിന്റെ സ്ട്രക്ചറും സെന്റൻസ് ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യലൊക്കെ എക്സാമിന് ചോദിക്കാറുണ്ട്. അത് ആക്റ്റീവ് ആൻഡ് പാസീവ് വോയിസിൽ വരുന്ന ചോദ്യമല്ല, ടൈപ്സ് ഓഫ് സെന്റൻസസിൽ വരുന്ന ചോദ്യമാണ്. ഇത് ഇവിടെ തന്നെ ഒന്ന് മനസ്സിലാക്കി വെക്കുക കേട്ടോ. അങ്ങനെ സമയത്ത് ടൈപ്സ് ഓഫ് സെന്റൻസിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. 1 മാർക്കിന് അവിടെയും ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട് ചെറിയൊരു സിമ്പിൾ കാര്യത്തിൽ നിന്ന്. നോക്കാം. അസർട്ടീവ് സെന്റൻസസിലെ സ്ട്രക്ചർ എന്താണ് സബ്ജക്റ്റ്, ഹെൽപ്പിംഗ് വെർബ്, വെർബ്, ഒബ്ജക്റ്റ് അല്ലെ. അല്ലെങ്കിൽ എന്തായിരിക്കും തന്നിരിക്കുന്നത് സിമ്പിൾ പ്രസന്റ് സിമ്പിൾ പാസ്റ്റ് ആണെങ്കിൽ അവിടെ എന്തുണ്ടാവില്ല, അവിടെ ഹെൽപ്പിംഗ് വെർബ് ഉണ്ടാവില്ല. നമ്മൾ പറഞ്ഞു രാമ കില്ലഡ് രാവണ അല്ലെ. രാമ കില്ലഡ് രാവണ എന്ന് പറഞ്ഞാൽ സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ്. രാമ കില്ലഡ് വെർബ് വന്നു, രാവണ ഒബ്ജക്റ്റ് വന്നു. സിമ്പിൾ പ്രസന്റിൽ സിമ്പിൾ പാസ്റ്റിൽ നിങ്ങൾക്ക് ഹെൽപ്പിംഗ് വെർബ് കാണാൻ പറ്റില്ല. അത് നമ്മൾ ടെൻസസിൽ പഠിച്ചതാണ്. ഓക്കെ, നെക്സ്റ്റ് എന്താണ് ഇൻട്രോഗേറ്റീവ് സെന്റൻസസ്. ഇൻട്രോഗേറ്റീവ് സെന്റൻസസ് എന്ന് പറയുന്നത് എന്താണ് ചോദ്യങ്ങളായിരിക്കും അല്ലെ. 2 തരത്തിൽ വരും. എന്താണ് യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് വരും, അല്ലെങ്കിൽ എന്താണ് WH ക്വസ്റ്റ്യൻസ് വരും അല്ലെ. 2 തരത്തിലുള്ള ഇൻട്രോഗേറ്റീവ് സെന്റൻസസ് ആണ്. യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ എന്താണ് WH ക്വസ്റ്റ്യൻസ് അല്ലെ. യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ആ ഒരു ചോദ്യത്തിന്റെ ഉത്തരം ഒന്നുകിൽ എന്തായിരിക്കും യെസ് ആയിരിക്കും, അല്ലെങ്കിൽ എന്തായിരിക്കും നോ ആയിരിക്കും അല്ലെ. ഡു യു എഗ്രി ദ സബ്ജക്റ്റ് അല്ലെ, നീ ആ സബ്ജക്റ്റിനോട് എഗ്രി ചെയ്യുന്നുണ്ടോ എന്ന് പറയും. യെസ് അല്ലെങ്കിൽ നോ അല്ലെ. യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് ഇതാണ് എന്ത് യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ്. യെസ് ഓർ നോ ക്വസ്റ്റ്യൻസിന്റെ സ്ട്രക്ചർ എന്താണ് ഹെൽപ്പിംഗ് വെർബ് വരും, then എന്താണ് തന്നിരിക്കുന്നത് സബ്ജക്റ്റ് വരും, വെർബ് ഉണ്ടെങ്കിൽ വെർബ് വരും, then ഒബ്ജക്റ്റ്. ഹെൽപ്പിംഗ് വെർബ്, സബ്ജക്റ്റ്, വെർബ് ആൻഡ് ഒബ്ജക്റ്റ്. എന്താ മാറ്റം വരുന്നത് തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ ഡിക്ലറേറ്റീവ് അല്ലെങ്കിൽ അസർട്ടീവ് സെന്റൻസിലെ ഹെൽപ്പിംഗ് വെർബിനെ സബ്ജക്റ്റിന് മുമ്പിലേക്ക് കൊണ്ടുവരുന്നത് മാത്രം മാറ്റും അല്ലേ. ഓക്കെ, then WH ക്വസ്റ്റ്യൻസ് ആണെങ്കിലോ ഇതിന്റെ തൊട്ട് മുമ്പ് ഒരു WH ക്വസ്റ്റ്യൻ വരും അല്ലെ. WH ഹെൽപ്പിംഗ് വെർബ് ആൻഡ് സബ്ജക്റ്റ്, വെർബ്, ഒബ്ജക്റ്റ്. ഏതാ WH ക്വസ്റ്റ്യൻ? വൈ ഡോണ്ട് യു ടേക്ക് സംതിങ് അല്ലെ. വൈ ഡോണ്ട് യു ടേക്ക് സംതിങ്
എന്നാണ് ഒരു WH ക്വസ്റ്റ്യൻ ആണ്. WH ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ്? വാട്ട് അല്ലെ, വേർ, വെന്, വൈ അല്ലെ, ഹൗ അല്ലെ തുടങ്ങിയവാണെന്ത്, വേർ തുടങ്ങിയവയാണെന്ത് WH ക്വസ്റ്റ്യൻസ് എന്ന് പറയുക അല്ലെ. W അല്ലെങ്കിൽ എന്താണ് H ക്വസ്റ്റ്യൻസ് തുടങ്ങുക, അതിനെന്താ പറയുക WH ക്വസ്റ്റ്യൻസ് എന്ന് പറയും. ഇവിടെ എന്താണ് വൈ ആണ് യൂസ് ചെയ്തത് അല്ലെ. വൈ വരാം അല്ലെ, വാട്ട് വരാം അല്ലെ, വെന് വരാം, ഹൂ വരാം അല്ലെ, ഹൗ വരാം, ഒക്കെ എന്താണ് WH ക്വസ്റ്റ്യൻസ് ആണ്. ക്വസ്റ്റ്യൻസ് എന്താണ് സ്റ്റാർട്ട് ചെയ്യുന്ന ഇതിലായിരിക്കും W അല്ലെങ്കിൽ H അതിനെന്ത് പറയാ WH ക്വസ്റ്റ്യൻസ് എന്ന് പറയാം. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് എന്താണ് ഇംപറേറ്റീവ് സെന്റൻസസ് അല്ലെ. ഇംപറേറ്റീവ് സെന്റൻസ് എന്ന് പറയുന്നത് കമാൻഡ്, ഓർഡർ, അതൊക്കെയാണ് ഇംപറേറ്റീവ് സെന്റൻസ് എന്ന് പറയുന്നത് അല്ലെ. ക്ലോസ് ദി ഡോർ, ആ ഡോർ അടിക്കൂ അല്ലെ. ഷട്ട് യുവർ മൗത്ത്, മിണ്ടരുത് അല്ലെ. സോ സെന്റൻസ് സ്റ്റാർട്ട് ചെയ്യുന്ന ഏതിലായിരിക്കും? വെർബിലായിരിക്കും അല്ലെ. വെർബിലാണെന്ത് സെന്റൻസ് സ്റ്റാർട്ട് ചെയ്യുക. ഇവിടെ ക്ലോസ് എന്ന് പറയുന്നത് വെർബാണ് അല്ലെ. ഷട്ട് എന്ന് പറയുന്നത് വെർബാണ്. സോ സെന്റൻസ് വെർബിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ അതിന് നമുക്ക് എന്ത് പറയാം? ഇംപറേറ്റീവ് സെന്റൻസ് എന്ന് പറയാം. അപ്പോൾ ടൈപ്സ് ഓഫ് സെന്റൻസസ് നമ്മളിവിടെ പഠിച്ചു കേട്ടോ. എന്താണ് അസർട്ടീവ് സെന്റൻസസ്, ഡിക്ലറേറ്റീവ് സെന്റൻസസ് അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ് സെന്റൻസസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് തന്നിരിക്കുന്ന സബ്ജക്റ്റിലായിരിക്കും സെന്റൻസ് തുടങ്ങുക അല്ലെ. ഇൻട്രോഗേറ്റീവ് സെന്റൻസ് ആണെങ്കിലോ ഒന്നുകിൽ എന്തായിരിക്കും യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഹെൽപ്പിംഗ് വെർബിൽ തുടങ്ങും. ദെൻ WH ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ ഏതിൽ തുടങ്ങും? WH തുടങ്ങും അല്ലെ. ആദ്യത്തെ എന്താണ് സ്റ്റേറ്റ്മെന്റ് സെന്റൻസ്, ഡിക്ലറേറ്റീവ് സെന്റൻസ് അല്ലെങ്കിൽ അസർട്ടീവ് സെന്റൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സബ്ജക്റ്റിൽ സെന്റൻസ് തുടങ്ങുന്നതാണ്. രണ്ടാമത്തെ എന്താണ് ഇൻട്രോഗേറ്റീവ് സെന്റൻസസ് ആണെങ്കിൽ അതിൽ ഹെൽപ്പിംഗ് വെർബ് ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ ഹെൽപ്പിംഗ് വെർബിൽ തുടങ്ങും. WH ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ WH തുടങ്ങും അല്ലെ. നെക്സ്റ്റ് എന്താണ് ഇംപറേറ്റീവ് സെന്റൻസസ് എന്താണ് അത് വെർബിൽ തുടങ്ങും. ലാസ്റ്റ് നമ്മൾ എന്താണ് ആക്റ്റീവ് വോയിസ് ആൻഡ് പാസീവ് വോയിസിൽ ചേഞ്ച് ചെയ്യാത്ത ഉപയോഗിക്കാത്ത ഇതാണ് എക്സ്ക്ലമേറ്ററി സെന്റൻസസ് ആണ്. ആശ്ചര്യങ്ങളൊക്കെ പറയാൻ വേണ്ടിയിട്ട് അല്ലെ. സോ എന്താ വാട്ട് എ ബ്യൂട്ടിഫുൾ ഗേൾ, എൻ്റെ ഒരു സുന്ദരിയായ പെൺകുട്ടിയാണ്. വാവ് വെൽ ഡൺ ബോയ്സ് അല്ലെ, നന്നായിട്ടുണ്ട് അല്ലെ. സോ എന്താണ് എക്സ്ക്ലമേറ്ററി സെന്റൻസസ് അല്ലെ. എക്സ്ക്ലമേറ്ററി സെന്റൻസസ് ഏതാണ്? വാട്ട് എ ബ്യൂട്ടിഫുൾ ഗേൾ ആൻഡ് വാവ് വെൽ ഡൺ ബോയ്സ് അല്ലെ. നന്നായിട്ടൊക്കെ എന്താണ് കളിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെ. ഇപ്പോൾ ഗെയിംസിലൊക്കെ ആണെങ്കിൽ നന്നായിട്ട് ബോയ്സ് കളിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ പറയും വാവ് വെൽ ഡൺ ബോയ്സ് അല്ലെ. സോ ഇതെന്താണ് എക്സ്ക്ലമേറ്ററി സെന്റൻസസ് ആണ്. അപ്പോൾ സോ ദ എക്സ്ക്ലമേറ്ററി സെന്റൻസസിനെ നമ്മൾ എന്ത് ചെയ്യില്ല ആക്റ്റീവ് വോയിസിന് പാസീവ് വോയിസിലേക്ക് ചേഞ്ച് ചെയ്യില്ല. അപ്പോൾ ഇത് മാത്രമേ നമ്മൾ എന്ത് ചെയ്യാത്തുള്ളൂ ടൈപ്സ് ഓഫ് സെന്റൻസസിൽ എക്സ്ക്ലമേറ്ററി സെന്റൻസസ് മാത്രമേ അവിടെ യൂസ് ചെയ്യാത്തുള്ളൂ. അപ്പോൾ ഏതൊക്കെ നമുക്ക് പഠിക്കാണ്ട്? അസർട്ടീവ് സെന്റൻസസ് പഠിക്കാണ്ട്. നെക്സ്റ്റ് ഏതാണ് ഇൻട്രോഗേറ്റീവ് സെന്റൻസസ് പഠിക്കാണ്ട്. നെക്സ്റ്റ് ഏതാണ് ഇംപറേറ്റീവ് സെന്റൻസസ് പഠിക്കാണ്ട്. ഇത്രയും സെന്റൻസസ് നമുക്ക് എന്ത് പഠിക്കാണ്ട്? ആക്റ്റീവ് വോയിസിൽ നിന്ന് പാസീവ് വോയിസിലേക്ക് ചേഞ്ച് ചെയ്യുന്നത് നമുക്ക് പഠിക്കാണ്ട്. ഓക്കെ, ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇതാണ് സെന്റൻസസ്. ഏതാണ് അസർട്ടീവ് സെന്റൻസസ്, ഡിക്ലറേറ്റീവ് സെന്റൻസസ്, സ്റ്റേറ്റ്മെന്റ് സെന്റൻസസ്. സബ്ജക്റ്റിൽ സെന്റൻസ് തുടങ്ങും. സബ്ജക്റ്റ്, ഹെൽപ്പിംഗ് വെർബ്, വെർബ്, ഒബ്ജക്റ്റ് ആയിരിക്കും എന്ത് അതിന്റെ സ്ട്രക്ചർ. നെക്സ്റ്റ് ഏതാണ് ഇൻട്രോഗേറ്റീവ് സെന്റൻസസ് അല്ലെ. ഹെൽപ്പിംഗ് വെർബിൽ തുടങ്ങും അല്ലെ. ഹെൽപ്പിംഗ് വെർബ്, സബ്ജക്റ്റ്, വെർബ്, ഒബ്ജക്റ്റ്. ദെൻ WH ക്വസ്റ്റ്യൻസ് ആണെങ്കിലും WH ഹെൽപ്പിംഗ് വെർബ്, സബ്ജക്റ്റ്, വെർബ് ആൻഡ് ഒബ്ജക്റ്റ്. നെക്സ്റ്റ് ഇംപറേറ്റീവ് സെന്റൻസസ് ആണെങ്കിൽ അത് വെർബിൽ തുടങ്ങും. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇതിൽ ഏതൊക്കെ ആക്റ്റീവ് വോയിസിൽ നിന്ന് പാസീവ് വോയിസിലേക്ക് ചേഞ്ച് ചെയ്യുന്ന സെന്റൻസസ് ഉണ്ടെന്ന് പഠിക്കാനുള്ളത്. ക്ലിയർ ആണോ? സോ നമുക്ക് എന്ത് ചെയ്യാം അടുത്തതിലേക്ക് കടക്കാം. ദെൻ നെക്സ്റ്റ് നമുക്ക് അസർട്ടീവ് സെന്റൻസസ് പഠിക്കാം അല്ലെ. അസർട്ടീവ് സെന്റൻസസ് എന്ന് പറയുന്നത് എന്താണ്? സബ്ജക്റ്റിലായിരിക്കും സെന്റൻസ് തുടങ്ങുന്നത് അല്ലെ. അസർട്ടീവ് സെന്റൻസസ് എന്താണ്? സബ്ജക്റ്റിലായിരിക്കും ഒരു സെന്റൻസ് തുടങ്ങുന്നത്. അതിനെന്ത് പറയാം? അസർട്ടീവ് സെന്റൻസസ് എന്ന് പറയും. ഓരോന്നും നിങ്ങൾ എന്ത് ചെയ്യുക നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. ദെൻ അസർട്ടീവ് സെന്റൻസസ് ഏതാണ്? ആക്റ്റീവ് വോയിസ് അതേപോലെ തന്നെ പാസീവ് വോയിസ് അല്ലെ. ആക്റ്റീവ് വോയിസിലാണെങ്കിൽ അതിന്റെ സ്ട്രക്ചർ എന്തായിരിക്കും? സബ്ജക്റ്റ് ഉണ്ടാവും, ഹെൽപ്പിംഗ് വെർബ് ഉണ്ടാവും, വെർബ് ഉണ്ടാവും, ഒബ്ജക്റ്റ് ഉണ്ടാവും. പാസീവ് വോയിസ് ആണെങ്കിലോ ഒബ്ജക്റ്റ് ഉണ്ടാവും, ഹെൽപ്പിംഗ് വെർബ് ഉണ്ടാവും, ഒരു ബി ഫോം ഉണ്ടാവും, then വെർബിന്റെ V3 ഫോം യൂസ് ചെയ്യുക. ബൈ പ്ലസ് എന്താണ്? സബ്ജക്റ്റ്, ഏജന്റ്, ഓർ ഡുവർ അല്ലെ. അതായത് ഇവിടെ എന്താണ് തന്നിരിക്കുന്ന സെന്റൻസിലെ സ്ട്രക്ചർ നോക്കാം. ഒന്നാമത്തെ എന്താണ്? ആക്റ്റീവ് വോയിസ് നമ്മൾ പറയുകയാണെങ്കിൽ അല്ലെ. ആക്റ്റീവ് വോയിസ് നമ്മൾ പറയുകയാണെങ്കിൽ അവിടെ വരുന്ന സ്ട്രക്ചർ ഏതാണ്? അവിടെ സബ്ജക്റ്റ് വരും അല്ലെ. ദെൻ ഹെൽപ്പിംഗ് വെർബ് വരും അല്ലെ. ദെൻ വെർബ് വരും, ഒബ്ജക്റ്റ് വരും. ഇതാണ് എന്ത് ആക്റ്റീവ് വോയിസിന്റെ അസർട്ടീവ് സെന്റൻസിലെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. പാസീവ് വോയിസ് ആവുന്ന സമയത്തോ ബി അല്ല. പാസീവ് വോയിസ് ആവുന്ന സമയത്തോ പാസീവ് വോയിസ് ആവുന്ന സമയത്ത് ആദ്യം എന്ത് വരും? ആദ്യം നമുക്കവിടെ ഒബ്ജക്റ്റ് വരും അല്ലെ. ഏജന്റ് അല്ലെങ്കിൽ എന്താണ് ഡുവർ ആയിട്ട് നമുക്കവിടെ സബ്ജക്റ്റ് വരും.
ദെൻ അവിടെ എന്താണ് തുടക്കത്തിൽ വന്നിരിക്കുന്ന ആളെ നമുക്ക് ലാസ്റ്റിലേക്ക് കൊണ്ടുപോകും അല്ലെ. ലാസ്റ്റിൽ വന്നിരിക്കുന്ന ആളെ നമുക്ക് എന്ത് ചെയ്യാം ഒബ്ജക്റ്റ് നമ്മൾ തുടക്കത്തിലേക്ക് കൊണ്ടുവരും അല്ലെ. അപ്പോൾ പാസീവ് വോയിസിൽ പറയുന്ന സമയത്ത് ആദ്യം എന്ത് ചെയ്യാം ഒബ്ജക്റ്റിനെ കൊണ്ടുവന്നു അല്ലെ. പിന്നെ എന്താണ് വരിക, പിന്നെ നെക്സ്റ്റ് വന്നിരിക്കുന്നതാ തന്നിരിക്കുന്ന സെൻറ്റൻസിൽ ഹെൽപ്പിംഗ് വെർബ് ഉണ്ടെങ്കിൽ ഹെൽപ്പിംഗ് വെർബ് അല്ലെ. ഇവിടെ വന്നിരിക്കുന്ന ഹെൽപ്പിംഗ് വെർബ് നമ്മൾ എന്ത് ചെയ്യുക എടുത്ത് എഴുതുക. ഇവിടെ ഒരാളെ അധികം ചേർക്കണം പാസീവ് വോയിസിൽ. ആരാണത്? അത് പി ഫോം. നമ്മൾ പറഞ്ഞു വെർബിനെ അടിസ്ഥാനമാക്കി നമുക്കത് പഠിക്കാം കേട്ടോ. നെക്സ്റ്റ് ഏതാണ് വെർബ്? അതെന്ന് പറയുന്നത് ആക്റ്റീവ് വോയിസ് എന്ന് പറയുന്നത് എന്താണ് നമ്മളെ ടെൻസസ് ആണ് അല്ലെ. 12 ടെൻസസ് അതിലുണ്ട് അല്ലെ. 4 ടെൻസസ് നമ്മൾ അവിടെ യൂസ് ചെയ്യുന്നില്ല. ആക്റ്റീവ് വോയിസ് പാസീവ് വോയിസിൽ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് 8 എണ്ണമാണ്. അത് ഏതൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ ടെൻസസിൽ ഏതൊക്കെയുണ്ട്? V1 വരും അല്ലെ, V1 + SORS വരും അല്ലെ, V1 + ING വരും അല്ലെ, V2 വരും, V3 വരും. ഏത് തന്നെ ആക്റ്റീവ് വോയിസിൽ വന്നോട്ടെ, പാസീവ് വോയിസിലേക്ക് വെർബിൻ്റെ ഏത് ഫോമിൽ നമ്മൾ ഉപയോഗിക്കും? V3 മാത്രമേ ഉപയോഗിക്കൂ. പാസീവ് വോയിസ് നമ്മൾ ഏത് മാത്രമേ ഉപയോഗിക്കൂ? V3 മാത്രമാണ് പാസീവ് വോയിസിൽ ഉപയോഗിക്കുക. ക്ലിയർ ആണോ? നെക്സ്റ്റ് എന്താണ് തന്നിരിക്കുന്നത്? ബൈ അല്ലെ. ആരാലാണ് ചെയ്യപ്പെട്ടതെന്ന് പറയുന്നത് ബൈ പ്ലസ് എന്താണ് സബ്ജക്റ്റ്, ഏജന്റ് ഓർ ഡൂവർ. ഏജന്റ് ഓർ ഡൂവർ എന്നാണ് പറയുക. സോ ഇവിടെ വന്നിരിക്കുന്ന ആൾ നമ്മൾ എന്ത് ചെയ്യുക ലാസ്റ്റിലേക്ക് കൊണ്ടുവരും. ഇവിടെ വന്നിരിക്കുന്നതിൽ നമ്മളെന്താ തന്നിരിക്കുന്ന ഒബ്ജക്റ്റ് ഉണ്ടെങ്കിൽ ഒബ്ജക്റ്റ് ഇങ്ങോട്ട് ഡയറക്റ്റ് ഇങ്ങോട്ട് എടുത്ത് എഴുതുക അല്ലേ. ഹെൽപ്പിംഗ് വെർബ് വന്നിട്ടുണ്ടെങ്കിൽ ഹെൽപ്പിംഗ് വെർബിനെ അങ്ങോട്ട് എടുത്ത് എഴുതുക. ദെൻ ഹെൽപ്പ് വെർബിനെ അടിസ്ഥാനമാക്കിയിട്ട് എന്ത് ചെയ്യുക ബി ഫോമിനെ എക്സ്ട്രാ ഒരാൾ എന്ത് ചെയ്യുക പാസീവ് വോയിസിൽ ആഡ് ചെയ്യുക. വെർബ് ഏതാണോ അതിൻ്റെ V3 ഫോമിനെ പാസീവ് വോയിസിലേക്ക് കൊണ്ടുപോവുക. ബൈക്ക് ശേഷം എന്ത് ചെയ്യുക ഏതാണോ സബ്ജക്റ്റ് ആ സബ്ജക്റ്റിനെ കൊണ്ടുവരും. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യുക ആക്റ്റീവ് വോയിസ് നിന്ന് പാസീവ് വോയിസിലേക്ക് എഴുതുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് അല്ലേ. നമ്മൾ തൊട്ട് മുമ്പ് എഴുതിയ എക്സാമ്പിൾ ഏതായിരുന്നു? രാമ കില്ലഡ് രാവണ. ഇത് നോക്കൂ, ഇതേതാണ് സെൻറ്റൻസ്? അസറ്റീവ് സെൻറ്റൻസ് അല്ലേ അല്ലേ. നമ്മൾ നേരത്തെ പഠിച്ച അസറ്റീവ് സെൻറ്റൻസ് അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ് സെൻറ്റൻസ് അല്ലെങ്കിൽ ഡിക്ലറേറ്റീവ് സെൻറ്റൻസിൽ വരുന്നതല്ലേ അല്ലേ. എന്തുകൊണ്ട് തന്നിരിക്കുന്നതിൽ ഇവിടെ സെൻറ്റൻസ് തുടങ്ങുന്ന ഏതിലാണ്? സെൻറ്റൻസ് തുടങ്ങുന്നത് സബ്ജക്റ്റിലാണ് അല്ലെ. രാമ എന്ന് പറയുന്ന സബ്ജക്റ്റിലാണ് സെൻറ്റൻസ് തുടങ്ങുന്നത്. അതുകൊണ്ട് തന്നെ അതെന്താണ് സ്റ്റേറ്റ്മെന്റ് സെൻറ്റൻസ് അല്ലെങ്കിൽ അസറ്റീവ് സെൻറ്റൻസ് അല്ലെങ്കിൽ ഡിക്ലറേറ്റീവ് സെൻറ്റൻസിന്റെ സ്ട്രക്ചറിൽ വരുന്നതാണ്. അപ്പോൾ സോ ഇവിടെ രാമ കില്ലഡ് രാവണ ഇവിടെ വന്നിരിക്കുന്നതിൽ സബ്ജക്റ്റ് ആണ്, ദെൻ വെർബാണ്, ഒബ്ജക്റ്റ് ആണ്. ഇവിടെ എന്തില്ല ഹെൽപ്പിംഗ് വെർബ് ഇല്ല. കാരണം ഏതാണ് ടെൻസ് ഏതാണ്? സിമ്പിൾ പാസ്റ്റ് ആണ്. സബ്ജക്റ്റ് V2 ആൻഡ് ഒബ്ജക്റ്റ്. ദെൻ നമ്മൾ പാസീവ് വോയിസിലേക്ക് ചേഞ്ച് ചെയ്യുന്ന സമയത്ത് അല്ലേ ഇത് നമ്മൾ എന്ത് ചെയ്യുക പാസീവ് വോയിസിലേക്ക് നമ്മൾ ചേഞ്ച് ചെയ്യണം. പാസീവ് വോയിസ് ചേഞ്ച് ചെയ്യുന്ന സമയത്ത് ആദ്യം എന്ത് ചെയ്യുക ഒബ്ജക്റ്റിനെ എടുക്കുക. ഒബ്ജക്റ്റ് ഏതാണ്? രാവണ അല്ലേ. ആദ്യം നമ്മൾ എന്ത് ചെയ്തു ഒബ്ജക്റ്റിനെ എടുത്തു. ഒബ്ജക്റ്റ് രാവണയാണ് അല്ലേ. നെക്സ്റ്റ് നമ്മൾ എന്താ നോക്കേണ്ടത്? ഹെൽപ്പിംഗ് വെർബ്. ഹെൽപ്പിംഗ് വെർബ് തന്നിട്ടുണ്ടോ? ഇല്ല. അതുകൊണ്ട് തന്നെ ആക്റ്റീവ് വോയിസിൽ ഹെൽപ്പിംഗ് വെർബ് ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ട? പരിഗണിക്കേണ്ട, നോക്കണ്ട. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നതാണ് ബി ഫോം അല്ലെ. ഒരു ബി ഫോം നമ്മൾ എക്സ്ട്രാ എഴുതണം. ഇവിടെ കില്ലിഡ് എന്ന് പറയുന്നത് എന്താണ്? V2 ആണ് അല്ലെ. വെർബ് V2 വന്നാൽ അവിടെ ബി ഫോം വാസ് അല്ലെങ്കിൽ ഏതാ വരിക? വേറാണ് വരിക. സോ ഇവിടെ എന്താണ് തന്നിരിക്കുന്നത്? വാസ് അല്ലെങ്കിൽ വേർ വരും. വാസിലും വേറിലും ഏതാണ് ഇവിടെ ഉപയോഗിക്കുക? രാവണ എന്ന് പറയുന്നത് സിംഗുലർ ആയതുകൊണ്ട് വാസ് ഉപയോഗിക്കും. അവിടെ പ്ലൂരൽ ആയിരുന്നു ഇവിടെ വന്നിരിക്കുന്നെങ്കിൽ നമ്മൾ വേർ ഉപയോഗിക്കുമായിരുന്നു. ഇവിടെ രാവണ സിംഗുലർ ആയതുകൊണ്ട് നമുക്ക് എന്ത് ഉപയോഗിക്കാം? വാസ് ഉപയോഗിക്കാം. വാസ് വന്നു അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ഇവിടെ ബി ഫോം എഴുതി. വെർബ് കില്ലിഡ് എന്ന് പറയുന്നത് V2 ആണ്. അതിനെ V3 ഏതാണ്? കില്ലിഡ് തന്നെയാണ് അല്ലേ. കൊന്നു അല്ലെ. കൊല്ലുക എന്നാണ് കില്ലുന്നത്. നെക്സ്റ്റ് എന്താണ്? ബൈ പ്ലസ് അല്ലെ. ബൈ എഴുതി അല്ലെ. നെക്സ്റ്റ് നോക്കൂ ഏജന്റ് ഓർ ഡൂവർ അല്ലെ. തന്നിരിക്കുന്ന സെൻറ്റൻസിലെ സബ്ജക്റ്റിന് എന്ത് ചെയ്യുക നമ്മൾ അവിടേക്ക് എഴുതുക. സബ്ജക്റ്റ് ഏതാണ്? രാമയാണ് അല്ലെ. രാമ കില്ലഡ് രാവണ എന്തായിട്ട് മാറും? രാവണ വാസ് കില്ലഡ് ബൈ രാമ എന്നായിട്ട് മാറി. ക്ലിയർ ആണോ? അപ്പോൾ ഈ പറഞ്ഞ സമയത്ത് നിങ്ങൾ നേരത്തെ പറഞ്ഞതിനേക്കാട്ടിൽ കുറച്ചുകൂടി എന്താണ് ഇവിടെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ക്ലിയർ ആണോ? ഇതാണ് എന്ത് ആക്റ്റീവ് ആൻഡ് പാസീവ് വോയിസിൽ ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ എവിടെ നിന്ന് ചോദിക്കുക? ഈ ഒരു രീതിയിൽ അസറ്റീവ് സെൻറ്റൻസ് എന്നാണ് ചോദിക്കുക. ക്ലിയർ ആണോ? മറ്റൊരു എക്സാമ്പിൾ കൂടെ നോക്കാം നമുക്ക്.